ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂവസ്റ്റ് എപ്പിസോഡ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതുകൊണ്ട് വെൽക്കം ബാക്ക് 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 അഗെയിൻ. സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ്. അതായത് കുറേ മുന്നേ മൈക്രോബ്ലേഡിങ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈക്രോബ്ലേഡിങ് ചെയ്തിട്ട് എനിക്ക് എത്ര കാലം അത് ലോങ് ലാസ്റ്റ് ആയി, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം അതിപ്പോൾ ബാഡ് ആയാലും ഗുഡ് ആയാലും പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് ഡിലേ വരുത്തിയിട്ട് ചെയ്യാന്നുള്ള ഇതിലാണ് എന്തായാലും. കാരണം അത്യാവശ്യം ടൈം എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നിൻ്റെയും സൈഡ് എഫക്ട്സും അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ എനിക്ക് തോന്നുന്നത് ഒരു വർഷം കഴിഞ്ഞ് ഒരു മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടത്തെ ലോങ് വീഡിയോ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും മൈക്രോബ്ലേഡിങ് ചെയ്തിട്ട് എത്ര കാലമായെന്നുള്ളത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഷെയർ മൈ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. മൈക്രോബ്ലേഡിങ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിത് എവിടുന്നാണ് ചെയ്തതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എവിടുന്നാണ് ചെയ്തതെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇത് ചെയ്തെന്ന ആളുടെ പേര് പറയുന്നതായിരിക്കും. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ ആ ക്ലിനിക്കിൻ്റെ പേര് സുവായി എന്നായിരുന്നു, പക്ഷെ ഇപ്പം ക്ലിനിക്കിൻ്റെ പേര് ഐറിസ് എന്നാണ്. പക്ഷേ ആ സെയിം ആള് മീൻസ് മൈക്രോബ്ലേഡിങ് ചെയ്തെന്ന ആ ചേച്ചി ഇപ്പോഴും ഐറിസ് ബ്ലൂയിലുണ്ട്. മീൻസ് പാർവതി ചേച്ചി എന്നാണ് പേര്. എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് മൈക്രോബ്ലേഡിങ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് മൈക്രോബ്ലേഡിങ് ചെയ്യുന്നത്. അപ്പം എല്ലാവരെയും പോലെ എല്ലാവരെക്കാളും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഗൈസ്. കാരണം എനിക്ക് ചെറിയ പെയിൻ പോലും, അത് സംഭവം ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ 2-3 ദിവസം മുന്നേ ടെൻഷൻ അടിച്ച് ചത്തു പോണ ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തു എന്ന് പറയുമ്പം എനിക്ക് എന്തോരം അത് ആവശ്യമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് മെയിനായിട്ട് ഈ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഫീൽഡിൽ അന്നേരം ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്കിത് ട്യൂട്ടോറിയലായിട്ട് പഠിച്ച് തുടങ്ങാനോ അല്ലെങ്കിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് ചെയ്തു വരാനോ ഉള്ള ഒരു ടൈമോ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലോ ആയിരുന്നില്ല ഞാൻ. മീൻസ് പക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ ഐബ്രോ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ഐബ്രോ മര്യാദയ്ക്ക് വരച്ച് തുടങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വർഷങ്ങളെടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനേക്കാളും നല്ലത് കുറച്ച് വേദന സഹിച്ചിട്ടാണെങ്കിൽ ഐബ്രോ ടാറ്റു ചെയ്ത് വെക്കുന്നല്ലേന്ന്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോഴും ഇനിയിപ്പോൾ ഇതുപോലെ വീഡിയോയിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോ ഫില്ല് ചെയ്ത് വരേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനു ബുദ്ധിമുട്ടണം. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും മൈക്രോബ്ലേഡിങ് ചെയ്തത്. ആൻഡ് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷേ ആ വേദന സഹിച്ചതിനൊക്കെ വർത്തായിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ്. ഓക്കെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നോക്കിയിട്ട് ആ സഹിച്ച വേദന അല്ലാണ്ട് വേറെ ഒരു സൈഡ് എഫക്റ്റ് ഇതിനില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ മൈക്രോബ്ലേഡിങ് ചെയ്ത് തരുമ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബ്ലേഡ് വെക്കണ പോലെ ഒരു മീൻസ് ഇത് ഞാൻ ഷെയ്ഡിങ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്ലേഡിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫ്യൂച്ചറിൽ ഷെയ്ഡിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ പോലും ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് പോലും ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാറില്ല. ടു ബി ഹോണസ്റ്റ്ലി ഗൈസ്, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത് മൈക്രോ ബ്ലേഡിങ് ആണ്, ഷെയ്ഡിങ് ഉണ്ട്. ഓക്കെ, എനിവേ നമുക്കത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ ആ ഒരു പെയിന് സഹിക്കണമെന്നല്ലാണ്ട് ടു ബി ഹോണസ്റ്റ്ലി ഗൈസ്, നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എവർ ഡിസിഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങളൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അറിയാത്ത, അല്ലെങ്കിൽ ഐബ്രോ നല്ലപോലെ നിൽക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ള, പക്ഷേ നിങ്ങൾക്കത് അടിപൊളിയായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൺസേൺസ് നിറഞ്ഞ ഒരു ഐബ്രോ ഫില്ലിങ്ങിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആബ്സല്യൂട്ട്ലി ചൂസ് ദിസ് മെത്തേഡ്. കാരണം ഒരു സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സൈഡ്.
കാരണം ഞാൻ കുറച്ച് മുന്നേ ചെയ്യണമായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ, മീൻസ് ഓണസ്റ്റ് റിയാക്ഷൻ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ചെയ്തൊരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഫെയ്ഡായിട്ട് പോകുന്നതാണ്. പക്ഷെ സ്റ്റിൽ ഗൈസ് എൻ്റെ ഫേസ് ഡിഫൈൻ ചെയ്തിട്ട് ആ ഐബ്രോ അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ ഞാൻ എന്തോരം പ്രൊഡക്ട്സാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. സ്കിൻ കെയർ ആണെങ്കിലും എന്തോരം പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തോരം പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം തന്നെ. പോരാത്തതിന് ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിങ്ങനെ ഫേസിൽ ഇങ്ങനെ ടൊരക്കുന്നതിൻ്റെ ഒക്കെ, ഫേസിലിട്ട് വരക്കുന്നതിൻ്റെ കൂടെ തന്നെ ഐബ്രോസിലിട്ട് വരയ്ക്കാറുണ്ട്. എന്നിട്ട് പോലും ഇതൊന്നും ഷെയ്ഡ് ഇളകിയിട്ടില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആ ചെയ്തെന്ന ആളുടെ മിടുക്കാണത്. ഓക്കെ, അല്ലാതെ മൈക്രോ ബ്ലേഡിങ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മൈക്രോ ബ്ലേഡിങ് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവും എന്നല്ല അതിൻ്റെ അർത്ഥം. ആ മൈക്രോ ബ്ലേഡിങ് ചെയ്തിരുന്ന ആളൊരു പ്രൊഫഷണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 കൊല്ലം വരെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത് റൂമയിൽ ചെയ്ത കുറേ പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൽ കുറേ പേരുടെ ഇത് 1 ഇയർ കഴിഞ്ഞിട്ടും ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലരുടെ ഇത് 2-3 മാസം കൊണ്ട് തന്നെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്, മീൻസ് സെയിം മൈക്രോ ബ്ലേഡിങ് ചെയ്തിട്ട് തന്നെ. സോ ഐ ഫൈൻഡ് ഔട്ട് ദാറ്റ് നിങ്ങൾ ചെയ്യുമ്പം നല്ലൊരു പ്രൊഫഷണലിസ്റ്റിനെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു സർവീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സർവീസ് നല്ലൊരു സ്ഥലത്ത് നിന്നല്ല എന്നുണ്ടെങ്കിൽ ആ വേദന സഹിച്ചതും വെറുതെ ആവും, കൊടുത്ത പൈസയും വെറുതെ ആവും. ഓക്കെ, കാരണം അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ഇതിന്, മീൻസ് എന്താ പറയുക, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയാണത്. ഓക്കെ, എനിക്ക് അന്നേരം അത് നല്ല പ്രൈസ് തന്നെ ആയിരുന്നു. ഇപ്പം അല്ലാന്നല്ല, ഇപ്പോഴും അത് നല്ല പ്രൈസ് തന്നെയാണ്. സോ അതുകൊണ്ട് കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ ഇതൊരു സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീൻസ് ചെയ്തിരുന്ന ആൾ പ്രൊഫഷണലിസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈൽ ഡൂയിങ് ദിസ്. ഓക്കെ ഗൈസ്, ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു സൈഡ് എഫക്ട്സ് ഇല്ല. ആൻഡ് മെയിനായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പാടെ കുറച്ചൊന്ന് എന്താ പറയുക, ഐബ്രോസ് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ നോക്കണം. അതായത് മീൻസ് ജസ്റ്റ് വാസ്ലൈനൊക്കെ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് ഫോർ 2 വീക്സ് ഒക്കെ ആയിട്ട്. പിന്നെ അങ്ങോട്ട് നോർമലി തന്നെയാണ്, ഞാൻ ഐബ്രോസിന് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുത്തിട്ടില്ല. ആൻഡ് ഓൾസോ മീൻസ് എന്താ പറയുക, സാഹചര്യം കാരണം എനിക്ക് ഐബ്രോസ് ഒക്കെ ഇട്ട് ഉരക്കേണ്ടി വന്നിട്ടുണ്ട്, എന്നിട്ട് പോലും ഷെയ്ഡൊന്നും മിസ് ഔട്ട് ആയിട്ടില്ല. സോ ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കേഷൻസ്, കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വാസ്ലൈൻ അപ്ലിക്കേഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അവിടുന്ന് ചെയ്ത് തരുമ്പോൾ തന്നെ പറഞ്ഞു തരും കേട്ടോ. സൈഡ് എഫക്ട്സ് ആയിട്ട് ഒന്നും പറയാനില്ല ഗൈസ്. സീരിയസ്ലി ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ട ഒരു ചോയ്സ് തന്നെയാണ് ഇത്. കാരണം ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കുറേ പേർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവീസസ് ഒക്കെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. ലൈക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറേ മീൻസ് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ റെയറായിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സേ ചെയ്യുള്ളൂ. അതും നമ്മുടെ ബോഡി ഹെൽത്തിന് ഹാംഫുൾ ആവാത്ത കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മൈക്രോ ബ്ലേഡിങ് അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തിന് കൺസേൺസ് തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലാന്ന് എനിക്ക് അറിയായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ചാടി കയറി വേഗം തന്നെ പോയി ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്ട്സും തന്നെ എൻ്റെ ഫേസിനും വന്നിട്ടില്ല, ആൻഡ് ഓൾസോ ഹെൽത്തിനും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ കുറേ പേര് മീൻസ് ചോദിക്കാനും ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടടക്കേണ്ടി വരുമോ സ്കിന്ന് പോലെ എന്നൊക്കെ ഉള്ളതാണ്. നോ ഗൈസ്, നോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ലീവ് ഇറ്റ്, ലൈക്ക് ചുമ്മാ അങ്ങനെ ലീവ് ചെയ്തേക്കുക. ഓക്കെ, ഡു യുവർ സ്കിൻ കെയർ പ്രോപ്പർലി, ദാറ്റ് ഇസ് ഇനഫ്. ഓക്കെ, നിങ്ങൾക്ക് 1 ഇയർ മീൻസ് നല്ലൊരു പ്രൊഫഷണലിസ്റ്റിൻ്റെ അടുത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇയർ 2 ഇയർ 3 ഇയർ വരെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടും. ആ ഒരു പെയിൻ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ, പിന്നെ അങ്ങോട്ട് പെയിനൊന്നും ഉണ്ടാവില്ല. ആൻഡ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഐബ്രോസ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ മൈക്രോ ബ്ലേഡിങ് ചെയ്തതിന് ശേഷം ഞാൻ ഐബ്രോ പെൻസിൽ തൊട്ടിട്ടില്ല. ഓക്കെ, എൻ്റെ കയ്യിലുള്ള ഐബ്രോ ജെല്ലൊക്കെ ഉണ്ട്, എവിടെയോ കിടക്കുന്നത്. ചിലതൊക്കെ ഞാൻ കളയാൻ പോവാം, മീൻസ് ഒഴിവാക്കാൻ പോവാം. അതിനുശേഷം ഒരു ഐബ്രോ പെൻസിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഐബ്രോയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. മീൻസ് ആ മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയിട്ട് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടത് ഓർക്കുന്നുണ്ടോ? മീൻസ് ഐബ്രോ എങ്ങനെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജെല്ല് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബ്രഷ് ആ ജെല്ലൊക്കെ കാണിച്ചുകൊണ്ട് അത് ഞാൻ
കഷ്ടപ്പാടാണ് ഗൈസ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഷ്ടപ്പാട് തന്നെയാണ്. എത്ര പഠിച്ച ഒരാളാണെങ്കിലും നമുക്ക് അതിന് അത്യാവശ്യം നല്ല ടൈം പോകും. ഓക്കെ, നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ഷൂട്ട് വരികയാണ്. മെയിനായിട്ട് ഈ ഷൂട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐബ്രോ ഫില്ലിങ്ങിന് നല്ല രീതിയിൽ ടൈം പോകും കേട്ടോ. നല്ല രീതിയിൽ ടൈം വേസ്റ്റ് ആവുന്ന വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ വിയർത്തൊലിച്ച് മെനക്കേട് തന്നെയാണ്. ഓക്കെ, ഐബ്രോ ഫില്ലിങ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ടൈം ഇല്ലാത്തടത്തൊക്കെ വെച്ച് നോക്കുമ്പം അതൊരു മെനക്കേട് തന്നെയാണ്. ഓക്കെ, അപ്പം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോബ്ലേഡിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യണോ വേണ്ടയോ, എന്തെങ്കിലും കുഴപ്പമാവോ, പേടിയുണ്ടോ, മീൻസ് എന്താ പറയുക, പെയിൻഫുൾ ആയിരിക്കുമോ, ഇനി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പണി കിട്ടിയ പോലെ ആയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഗൈസ്, യു ക്യാൻ ആബ്സല്യൂട്ട്ലി ചൂസ് ദിസ്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ആണ്, സ്കിൻ കെയർ കോൺഷ്യസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഐബ്രോസ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുന്നു, മീൻസ് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് ഫേസ് നല്ല എപ്പോഴും അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്, കാണാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആബ്സല്യൂട്ട്ലി ചൂസ് ദിസ്. കാരണം കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. കാരണം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫേസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഐബ്രോസ് ആണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, മൈക്രോബ്ലേഡിങ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ ഫേസ്, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനനുസരിച്ച് ആ ഷേപ്പിനനുസരിച്ചായിരിക്കും വരക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്രയും ഡിഫൈൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ലൈക്ക് നമ്മൾ ഇപ്പം ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ പോലും ലൈക്ക് നമ്മൾ ഒരു മേക്കപ്പ് ഇട്ട പോലെ തോന്നും. ലൈക്ക് നിങ്ങൾ ചില സോപ്പിൻ്റെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെന്താ ഫൗണ്ടേഷൻ ഇട്ടേ കാണും. നോ ഗൈസ്, ഫൗണ്ടേഷൻ ഒന്നും അല്ല അത്. ഞാൻ ഐബ്രോ ഫീച്ചർ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്ന് നിൽക്കണതെന്ന്. അല്ല, ഞാൻ ഒരു സാധനം മേക്കപ്പ് ഫൗണ്ടേഷൻ തന്നെ എനിക്കിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി കളയണമെന്നുള്ളൊരു ടെൻഡൻസിയാണ്. അങ്ങനത്തെ ഒരാൾ എപ്പോഴും ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിരിക്കുമോ, മീൻസ് വീഡിയോക്ക് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുമോ? അങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത് ഒരു മെനക്കെട്ട പണി ആയതുകൊണ്ടാണ് ഐബ്രോ ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനത്തെ ഞാൻ ഇനി ഫൗണ്ടേഷനൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങാൻ നടന്നത് തന്നെ. ഗൈസ്, ഇതുപോലൊരു സർവീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ മെനക്കെട്ട് എന്താ പറയുക, ഫേസിൽ മേക്കപ്പ് ഇടേണ്ടി വരില്ല, ഐബ്രോ ഫില്ല് ചെയ്യേണ്ടി വരില്ല. പിന്നെന്താ പറയുക, ഫേസൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും, പ്രത്യേകിച്ച് ഒന്നും ഹാർഡ് വർക്കൊന്നും ചെയ്യാണ്ട് തന്നെ. മീൻസ് ചിലർക്കൊക്കെ കണ്ടിട്ടില്ല, എപ്പോഴെങ്കിലും പുറത്തോണെങ്കിലും അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും ഒക്കേഷൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഐബ്രോ ഫില്ല് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. ആ ടൈം കൊണ്ട് വേറെ എന്തൊക്കെ ചെയ്യാം, ലിപ്സ്റ്റിക്ക് ഇടാം, ഡ്രസ്സ് സെലക്ട് ചെയ്യാം, ഓക്കെ, വേറെ കുറേ സ്കിൻ കെയർ പോലും ചെയ്യാം. ആ ഒരു ടൈമാണ് നമ്മൾ മീൻസ് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ടൈം സേവിങ് ആണ്, മണി സേവിങ് ആണ്, ആൻഡ് ഇതുപോലത്തെ കൺസേൺസ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക മാറിക്കിട്ടും. ഓക്കെ, നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് അല്ലെങ്കിൽ ഞാൻ ഭംഗിയില്ല, അയ്യോ ഇന്നെ കാണാൻ ഭംഗിയില്ല, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറും. മീൻസ് നമ്മുടെ ഐബ്രോ കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. ലൈക്ക് എന്താ പറയുക, സ്റ്റിൽ അത്രയൊന്നും ഭംഗിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഭംഗിയുണ്ട് എന്നുള്ള മീൻസ് പഴയ ആ ഒരു നെഗറ്റിവിറ്റീനേക്കാളും കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. സോ ഞാൻ ചെയ്ത ഒക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ ചോയ്സാണ് ഗൈസ്. നിങ്ങളുടെ ഏരിയാസിൽ ഏറ്റവും നല്ല പ്രൊഫഷണലിസ്റ്റ് ആരാണോ അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാ ക്ലിനിക്സിലും പോയിട്ട് ദയവേത് ഏൽപ്പിക്കരുത്. എല്ലാവരും പ്രൊഫഷണലിസ്റ്റ് അല്ല. എൻ്റെ ഇപ്പോൾ ചെയ്തു തന്നത് അടിപൊളിയായിട്ട് ഉള്ള ഒരു പ്രൊഫഷണലിസ്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ ഇത്രയും കാലം ഇങ്ങനെ നിന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീൻസ് നല്ലൊരു പ്രൊഫഷണലിസ്റ്റ് ആയ ആളെ സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം കൊടുക്കുന്ന പൈസക്ക് വർത്ത് വേണം, പിന്നെ നല്ല വേദന സഹിച്ചിട്ടാണ് അത് ചെയ്യണത്. ഓക്കെ, നല്ല വേദനയാണ്. അപ്പം ഓക്കെ, സെലക്ട് ചെയ്യുന്ന ഒക്കേഷൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. ഓക്കെ, അപ്പം കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, മീൻസ് എന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ട് ഞാൻ പിന്നെ മറന്നു പോകും. സോ എന്നെപ്പോലെ മൈക്രോ ബ്ലേഡിങ് അല്ലെങ്കിൽ മൈക്രോ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസസ് കമൻറ്റിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഷെയ്ഡിങ് ചെയ്തിട്ട് ഷെയ്ഡിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വെച്ചോ. വല്ല പ്രൈസ് ഡീറ്റെയിൽസോ, ഞാൻ ചെയ്ത പ്രൈസിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻസോ ഒക്കെ വേണമെങ്കിൽ ചോദിച്ചോ. ഷുവർലി ഐ വിൽ ഷെയർ ഗൈസ്. Okay, bye.